ചാമ്പ്യൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇത് അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ 9ാമത്തെ ഓവറിനായി പട്ടോളി മാർക്കറ്റിൽ നിന്നും ഓച്ചിറ ബിൽഡേഴ്സിന് വേണ്ടി ഓമന കുട്ടനാണ് ബോൾ എറിയുന്നത്. അളിയെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫീൽഡ് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണം. ബേസിൽ നീ ഇത്ര ഇറങ്ങിയിരിക്കുന്നതിനാണ് കേറി നിൽക്കും. കഴിഞ്ഞ വിക്കറ്റ് പോയതോടെ അമ്മ പേടിച്ച് കിടങ്ങിയിട്ടുണ്ടാ. നമ്മൾ സിംഗിൾസോട് കൊടുക്കാതെ പ്രഷർ ചെയ്ത് കഴിഞ്ഞ് ഈ ഓവറോട് നമുക്ക് കളി ജയിക്കാം. കേറി നിന്നോ. ഇതാ സച്ചല്ലേ ഇവരെ പുതിയ ഇറക്കോലാണോ നീ കളി നോക്കുന്ന ഇപ്പൊ സച്ചും കുച്ചൊക്കെ കണ്ടപടി ഓടിക്കാണ്. എവനത് ഊത്തസപ്പ അത് വിടാളിയാ. ഫീൽഡ് നമുക്ക് ടൈറ്റ് ആക്കണം. ഈ ഓവറെ ജയിക്കണം. കപ്പ് നമ്മളെ അണ്ണാ നിങ്ങളാ നിങ്ങളുടെ സച്ചു എന്ത് അവൻ പോയി. അവൻ വീട്ടിൽ പോകാൻ അത്യാവശ്യം വീട്ടിൽ നിന്ന് വിളി വന്നു. ബാറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. 1/4 മണിക്കൂർ വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കുണ്ട്ര ഇന്ത്യൻസിന് 8 വിക്കറ്റ് പോകുന്ന വിചാരിച്ചോട്ടാ. സാരമില്ല, ഇനിയിപ്പോ ഞാൻ കളിക്കാം. അണ്ണാ നിങ്ങൾക്ക് അതിന് കളിക്കാൻ അറിയോ? നിങ്ങൾ ഇന്നുവരെ ഈ ഗ്രൗണ്ടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ? ഇവന്മാര് മുട്ട ഡിസ്കഷനിലാണല്ലോ. കളിക്കാൻ അറിയോ ഞാൻ കളിച്ച് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഗ്രൗണ്ടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ നീ അത് കണ്ട? അതാ എന്റെ അപ്പച്ചിയുടെ വീട്. ഈ ഗ്രൗണ്ടിൽ കൂടെ പോകുന്നതാണ് എനിക്ക് ഷോർട്ട് കട്ട്. അറിയോ എന്തോ അപ്പച്ചി രമണി അപ്പച്ചി നിനക്ക് അറിയത്തില്ലോ. അത് നീ അങ്ങോട്ടങ്ങനെ അടിക്കാനുള്ള പ്ലാനാണോ? യവന്മാരെ എടാ തോറ്റിട്ട് പോണ വഴിയിൽ ആ പുളിമരത്തിൽ നിന്ന് പുളിയും പറിച്ചോണ്ട് പോകാന്ന് പറയായിരിക്കും. നീ പോയി കുറ്റി പറിക്കടാ. ലാസ്റ്റ് വിക്കറ്റ് ആണ്, ഔട്ട് ആവരുത്. മുട്ടിയിട്ടാ മതി, ഞാൻ കളിച്ചോളാം. ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതാ ഈ ഓവറിലെ 2ാമത്തെ ബോൾ. എന്തോ മാങ്ങാത്തൊരു ബോളാണ് എറിയുന്നത്. അണ്ണാ അത് എന്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ആ പലയിടത്തേക്ക് എന്നെ ഫോൺ അടിച്ചോണ്ടാ. ഞാൻ പറഞ്ഞില്ലേ ആ വിഷയം. എടാ ബോൾ പുളി എന്നാ പുളി മാക്സ്വെലിനെ പോലെ അടിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യാണ്. കട്ട സപ്പോർട്ട് തന്നെ കുമ്മിൻസ് ആയിട്ട് ഞാൻ അപ്പം ഉണ്ടാവും.